നമസ്കാരം. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ധന്യ വി കൃഷ്ണനാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഡയബറ്റിസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് വളരെ കോമൺ ആയിട്ട് ആളുകൾക്ക് കണ്ടുവരുന്നു. ഇപ്പൊ പ്രമേഹം എന്നാണ് മലയാളത്തിൽ നമ്മളതിന് പറയുന്നത്. പ്രമേഹമുള്ളവരിൽ വളരെ കാണുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോഗ്ലൈസീമിയ. ബ്ലഡ് ഷുഗർ അമിതമായി താഴോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ബ്ലഡ് ഷുഗർ 120 അടുത്താണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ അനുഭവിക്കുന്ന പേഷ്യന്റ് അവർക്ക് ഷുഗർ 70 താഴെയായിരിക്കും. അതുപോലെ 54 താഴെ താഴ്ന്നു പോവുകയാണെങ്കിൽ അതിനെ സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ എന്നും പറയും. അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, അതിൽ തന്നെ ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഡോസ് കൂടുതലായി പോവുകയാണെങ്കിൽ, രോഗി അറിയാതെ എക്സ്ട്രാ ആയിട്ട് മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കുറയാം. രണ്ടാമതായിട്ട് ആഹാരം ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിൽ, നമ്മൾ ഡയബറ്റിസ് രോഗികളോട് പറയാറുണ്ട്, ഡെയിലി ഒരു 3 നേരം എന്നുള്ള ആഹാരത്തിന് പകരം 5 തവണകളായിട്ട് ആഹാരം കഴിക്കാൻ പറയാറുണ്ട്. പലപ്പോഴും ചില പനിയോ വേറെ അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ രോഗി ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. മൂന്നാമതായിട്ട് ചില ഇൻഫെക്ഷൻസ്, സെപ്സിസ് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ രോഗിയുടെ ബ്ലഡ് ഷുഗർ വളരെയധികം താഴ്ന്നതായിട്ട് കാണാറുണ്ട്. കിഡ്നി ഫെയിലിയർ ഡെവലപ്പ് ചെയ്യുന്ന അവസരങ്ങളിൽ പേഷ്യന്റ് ഡയബറ്റിസ് കാരണം അല്ലെങ്കിൽ വേറെ മറ്റു കാരണങ്ങളാലോ ക്രിയാറ്റിന്റെ അളവ് കൂടുന്ന സന്ദർഭങ്ങളിലും ഷുഗർ താഴ്ന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ചില വിരളമായ കോസസ്, അതായത് ചില ആന്റിബയോട്ടിക്സ്, സിപ്രോഫ്ലോക്സിൻ പോലെയുള്ള ചില ആന്റിബയോട്ടിക്സുകൾ കഴിക്കുമ്പോൾ അതിന്റെ പാർശ്വഫലമായിട്ട് ഷുഗർ താഴ്ന്നു പോകാറുണ്ട്. മാത്രമല്ല ഇൻസുലിനോമ, ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ചില മുഴകളുണ്ട്. അങ്ങനത്തെ മുഴകളിൽ നിന്ന് അമിതമായിട്ടുള്ള ഇൻസുലിന്റെ ഉൽപ്പാദനം വന്നാലും നമുക്ക് ഷുഗർ താഴ്ന്നു പോകാം. പിന്നെ ഒരു മുഖ്യമായിട്ടുള്ള കാരണം അമിതമായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു രോഗിയോട് സാധാരണ ഒരു 30 മിനിറ്റ് നടക്കാൻ അല്ലെങ്കിൽ ഒരു എക്സസൈസ് പറയാറുണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ചെറിയ ഒരു ഫീഡ്, എന്തെങ്കിലും ഒരു ഗ്ലാസ് ഓട്സോ അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഒരു ഡയബറ്റിക് രോഗി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ആഹാരമൊന്നും കഴിക്കാതെ അമിതമായിട്ടുള്ള ഒരു എക്സസൈസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഷുഗർ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, വിശപ്പ് അനുഭവപ്പെടുക, തളർച്ച അനുഭവപ്പെടുക, നെഞ്ചിടിപ്പ് കൂടുക, മാത്രമല്ല ഒരു വിറയൽ അനുഭവപ്പെടുക, ഇതെല്ലാം ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. മാത്രമല്ല ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച് ഷുഗറിന്റെ ലെവൽ കുറയുന്നത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് പോവുക, ഒരു അബോധാവസ്ഥയിലേക്ക് പോവുക, ഫിറ്റ്സ് വരിക, ഇതുപോലെയുള്ള കാര്യങ്ങളും ഹൈപ്പോഗ്ലൈസീമിയയിൽ കാണാറുണ്ട്. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? പലപ്പോഴും ചെറിയൊരു രീതിയിലുള്ള ബ്ലഡ് ഷുഗർ കുറവ് മാത്രമേ ഉള്ളെങ്കിൽ രോഗിക്ക് തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കാണും. രോഗി തന്നെ മധുരമുള്ള സാധനങ്ങൾ, പഞ്ചസാര, മിഠായി അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ച് ബ്ലഡ് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ഒരു അവസ്ഥ രോഗി മനസ്സിലാക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ രോഗി അബോധാവസ്ഥയിലേക്ക് പോവുകയും വളരെ ക്ഷീണം അനുഭവപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങൾ വരികയും ചെയ്യാം. ഇത് കൂടെയുള്ള കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ രോഗിയുടെ വളരെ അടുത്ത ബന്ധുക്കൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ രോഗിക്ക് സ്വന്തമായിട്ട് ഈ പഞ്ചസാര കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൂട്ടിരിപ്പുകാർ അത് കൊടുക്കുക. ഏകദേശം ഒരു 15 ഗ്രാം ഷുഗറാണ്, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ ആദ്യം കൊടുക്കാനായിട്ട് പറയുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അന്നേരവും ബ്ലഡ് ഷുഗറിന്റെ അളവ് 70 താഴെയാണെങ്കിൽ വീണ്ടും ഒരു 15 ഗ്രാം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ 15 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വീണ്ടും കൊടുക്കുക. അതിനുശേഷം രോഗി ഒരു നോർമൽ ഒരു ഫുൾ മീൽ, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അടങ്ങുന്ന ഒരു ഫുൾ മീൽ കഴിക്കേണ്ടതുമാണ്. ചില അവസരങ്ങളിൽ നമുക്ക് ഷുഗർ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോധം പേഷ്യന്റിന് ഇല്ലെങ്കിൽ ഒരിക്കലും അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റെ വായിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയോ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ലങ്സിലേക്ക് പോയി ആസ്പിറേഷൻ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രോഗിയെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ഷുഗറിന്റെ ഡ്രിപ്പ് രൂപത്തിൽ കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡയബറ്റിക് രോഗി ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാൻ വേണ്ടി
ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ആഹാരം 5 തവണ ആയിട്ട് ചെറിയ അളവിൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ഷുഗറിന്റെ മരുന്നുകൾ ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ അളവ് കൂട്ടി കഴിക്കുകയോ ചെയ്യരുത്. മൂന്നാമത് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു എക്സസൈസ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരളവ് ഫുഡ് കഴിച്ചതിന് ശേഷം വേണം എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ. പിന്നെ രോഗിയുടെ ബന്ധുക്കൾക്ക് ഈ പറയുന്ന ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസിനെ കുറിച്ച് ഒരു അറിവ് വേണം. എങ്കിൽ മാത്രമേ രോഗിക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അതിന് പരിചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അടുത്തതായി റൂം ഒരിക്കലും ലോക്ക് ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന അല്ലെങ്കിൽ ഇൻസുലിനും ടാബ്ലറ്റ്സും എടുക്കുന്ന ഹൈപ്പോഗ്ലൈസീമിയ കൂടുതലായിട്ട് വരാറുള്ള രോഗികൾ ഒരിക്കലും റൂം സ്വന്തമായി ലോക്ക് ചെയ്ത് റൂമിനകത്ത് കിടന്നു കളയരുത്. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ചിലപ്പോൾ രോഗിക്ക് എഴുന്നേറ്റ് വാതിൽ തുറക്കാനോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് രോഗിക്ക് പരിചരണം കൊടുക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമതായിട്ട് വീട്ടിൽ നമ്മളൊരു ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ഷുഗർ മോണിറ്റർ ചെയ്യുന്ന ഒരു ഉപകരണം തീർച്ചയായും ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന രോഗികൾ കരുതേണ്ടതുമാണ്.